ധനകാര്യ സ്ഥാപനത്തിൻ്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ്. സ്വിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിൻ്റെ മറവിലാണ് തട്ടിപ്പ് അരങ്ങേറിയത്. 3000-ഓളം ആളുകളിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ചതായി പരാതി ഉയരുന്നു. 20ഓളം പേർ കോഴിക്കോട് നടക്കാവ് പോലീസിൽ പരാതി കൊടുത്തു. ഞാൻ പാലാപ്പാർക്കിൽ ഒരു കുളിർമ തട്ടുകട നടത്തുകയാണ്. അവർ വൈകുന്നേരം വരെ നമ്മൾ ചെറിയൊരു ബാങ്കിൻ്റെ ഇടപാട് നടത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ല, ചെറിയൊരു 100 രൂപ 200 രൂപ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ബാക്കിയാണെന്നുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ലാസ്റ്റ് പൈസ വിഡ്രോ ചെയ്യാൻ ഇപ്പോൾ അവിടെ ബാങ്കുമില്ല, ഒന്നുമില്ല. ഏകദേശം ഒരു 4 lakhന് മുകളിൽ തന്നെ ആൾക്കാർ ചോദിച്ചു വന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ചോദിച്ചു വന്ന സമയത്ത് ഓഫീസായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് പറഞ്ഞത് അതിപ്പോൾ നമ്മൾ 1 മാസത്തോളമായിട്ട് പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇവരെ ഡയറക്ടർ ഇവിടെ ഇല്ല, അതേപോലെ തന്നെ മാനേജറും ഇവിടെ ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ തട്ടിപ്പായി എന്നുള്ളത് ബോധ്യപ്പെട്ടത്. പ്രമുഖ ബാങ്കിന്റെ പേരിനോട് സാമ്യം തോന്നുന്ന പേര് നൽകിയാണ് കഴിഞ്ഞ 3 വർഷമായി സ്വിസ് ബാങ്ക് എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി ഏകദേശം 3000-ഓളം പേരാണ് പണം നിക്ഷേപിച്ചത്. ജോലി വാഗ്ദാനം, ഡെയിലി ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്നീ പേരുകളിലാണ് പണം സ്വീകരിച്ചിരുന്നത്. പെട്ടെന്ന് ശരിക്കും ഒന്നും ഇല്ലാതായിപ്പോയി. ഒന്നുമില്ല. പിന്നെ ഓരോരുത്തർ പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഞങ്ങൾ ഓരോന്ന് സ്വരൂപിച്ച് വെക്കുന്നതാണ്. ഇത് ടാക്സ് അടയ്ക്കാൻ, ഇൻഷുർ അടയ്ക്കാൻ, അങ്ങനത്തെ ലെവലിലാണ് ഞങ്ങളൊക്കെ എല്ലാവരും. ഇത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഞങ്ങളൊക്കെ അന്നന്ന് കിട്ടി അന്നന്ന് ചെലവ്, നാളേക്കുള്ള സംഭവങ്ങളില്ല. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി നടക്കാവ്, പേരാമ്പ്ര, താമരശ്ശേരി, പാളയം, കോട്ടയ്ക്കൽ, ചേളാരി എന്നിവിടങ്ങളിലാണ് ബ്രാഞ്ചുകൾ. ഇവിടങ്ങളിൽ 15 കോടി മുതൽ 20 കോടി രൂപ വരെ സ്വീകരിച്ചു എന്നാണ് പരാതി. പണം നഷ്ടമായതിൽ ഏറെയും സാധാരണക്കാരാണ്. നിലവിൽ ആരോപണം നേരിടുന്ന സ്ഥാപനത്തിന്റെ പല ബ്രാഞ്ചുകളും പൂട്ടിയ നിലയിലാണ്. കഴിഞ്ഞ 1 മാസമായി നിക്ഷേപകർക്ക് പണം പിൻവലിക്കാനും കഴിയുന്നില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.